അപ്പോൾ നമ്മുടെ ഇന്ന് പന്തളം നഗരസഭയിലെ അധ്യക്ഷ തിരഞ്ഞെടുപ്പായിരുന്നു. BJPക്ക് 18 അംഗങ്ങളുള്ള നഗരസഭയിൽ കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് മുമ്പ് BJPയുടെ നിലവിലെ ഉണ്ടായിരുന്ന അധ്യക്ഷ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുകയും അതേ തുടർന്ന് നഗരസഭയിൽ പുതിയ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകൾ ചാനലുകളിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. വലിയ വിശദമായ രീതിയിലുള്ള വാർത്തകൾ ആരും തന്നെ കൊടുക്കുന്നില്ല. മറ്റേതെങ്കിലും നഗരസഭയിലെ ഏതെങ്കിലും സുപ്രധാനമായ കാര്യമോ എന്നാൽ തിരിച്ച് BJPക്ക് വിരുദ്ധമായ രീതിയിലുള്ള എന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ വളരെ കൃത്യമായിട്ട് അവരെല്ലാം വാർത്താ ചാനലുകളിൽ പ്രക്ഷേപണം ചെയ്യുമായിരുന്നു. ജനം TV ഒഴികെയുള്ള ചാനലുകളിലെങ്ങും തന്നെ കാര്യമായ രീതിയിൽ ഈ വാർത്ത വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് പൊതുജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഏതാനും ചില വാചകത്തിൽ ഒതുക്കിയ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പന്തളം നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആദ്യം BJPക്ക് 18 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 14 വനിതകളും 4 പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 4 കൊല്ലത്തോളം ആയപ്പോഴത്തേക്ക് നഗരസഭയുടെ ചെയർപേഴ്സൺ മാറി വേറൊരാൾ വരാൻ വേണ്ടിയിട്ട് അവർ രാജിവെച്ച സമയത്ത് ഇവിടെ ഒരു നാടകം നടത്തി. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ, ഇടത് വലത് മുന്നണികളുടെ നേതൃത്വത്തിൽ ഒരു നാടകം നടത്തി. ആ നാടകം എന്ന് പറയുന്നത് BJPയുടെ അംഗങ്ങളായ ചില ആളുകളെ ഈ കൂടാരത്തിൽ നിന്ന് ചാടിച്ചുകൊണ്ട് പോകാനുള്ളൊരു ശ്രമമൊക്കെ നടത്തി. അവരെ കുറ്റവും കുന്നായ്മയൊക്കെ പറഞ്ഞു കൊടുത്തൊന്ന് ഇളക്കിയൊക്കെ നോക്കി കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി. പരമാവധി അവരെ കൊണ്ടാവുന്ന എല്ലാ വാഗ്ദാനങ്ങളും ഒക്കെ കൊടുത്ത് നോക്കിയായിരുന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്തു? നഗരസഭാ ചെയർപേഴ്സൺ താഴെ ഇറങ്ങുന്നു അല്ലെങ്കിൽ അവിശ്വാസത്തിലൂടെ പുറത്തു പോകുന്നു എന്നൊക്കെ ഉള്ളൊരു പ്രതീതി ജനിപ്പിച്ച് അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കുകയും അന്ന് കുറച്ച് പടക്കം മേടിച്ച് പന്തളത്ത് വെക്കുകയും ചെയ്തിരുന്നു. അന്ന് അവിശ്വാസത്തിന്മേലുള്ള ചർച്ച വരുന്നതിൻ്റെ തലേദിവസം പുള്ളിക്കാരത്തി അങ്ങ് രാജിവെച്ചു. ആ പടക്കം അവർ കത്തിക്കാൻ വെച്ചിരുന്ന പടക്കം നനഞ്ഞുപോയി. അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് ആരാണ്ട് എവിടെയോ കൊണ്ടുവച്ച് കത്തിച്ചു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അന്നത്തെ പടക്കം എന്തായാലും കത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ചീറ്റിപ്പോയി. വീണ്ടും ഇവർ ഏതാണ്ട് കുറച്ച് പടക്കം മേടിച്ചുകൊണ്ട് വന്നിട്ടായിരുന്നു ഇന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് അവർ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ രാവിലെ ഇതിൽ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത് പ്രലോഭനങ്ങളിൽ വീണുപോയ കോൺഗ്രസ്സുകാരുടെ ഒരു ഗതികേടാണ്. 5 പേരാണ് അവർക്ക് ആകെ ഉള്ളത്. അവരെല്ലാവരും കൂടി ഇന്ന് അവിടെ വന്നു. BJPക്ക് 18 പേര് മെമ്പർമാരായിട്ടുള്ളിടത്ത് പ്രസിഡന്റിനും അതായത് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട അച്ചൻകുഞ്ഞ് ജോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിനും വൈസ് പ്രസിഡന്റ് ആയിട്ട് വൈസ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഉള്ള യു രമ്യയ്ക്കും 2 പേർക്ക് 19 വോട്ട് വീതം കിട്ടി. അതായത് 18 പേര് BJPക്ക് അംഗങ്ങളുള്ളിടത്ത് 19 വോട്ട് വീതം കിട്ടി. BJPയുടെ മുഴുവൻ പേര് വിപ്പ് നൽകിയിരുന്നു. അവർ കൂടാതെ CPMന്റെ സ്വതന്ത്രനായിരുന്ന ഒരാൾ കൂടി BJPക്ക് വോട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇപ്പോൾ BJPയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത ഒരുമാതിരിപ്പെട്ട ചാനലുകളൊന്നും കാണിക്കില്ല. അവരത് BJPക്ക് ഗുണം കിട്ടുന്ന വാർത്തയായതുകൊണ്ട് തന്നെ അവരതിന് കാര്യമായ രീതിയിൽ പോപ്പുലാരിറ്റി കൊടുക്കുകയില്ല. അതായത് CPM സ്വതന്ത്ര അംഗമായിട്ടുള്ള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടൻ, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, അദ്ദേഹം BJPയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ BJPയുടെ അംഗസംഖ്യ 18-ൽ നിന്ന് 19ആയി. അതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പണ്ടൊരു പ്രയോഗം നടത്തുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പന്തളത്ത്. അപ്പോൾ CPMകാർ കോൺഗ്രസ്സുകാരുടെ എന്തൊക്കെയോ വലിയ വ്യാമോഹങ്ങൾ കൊണ്ട് വന്ന് ഇവിടെ ഒരു ഭരണം അട്ടിമറിക്കാം, എന്നിട്ട് അസ്ഥിരത ഉണ്ടാക്കാം. അവർക്ക് ഭരിക്കാൻ പറ്റത്തേയില്ല. കാരണം 33 കൗൺസിൽ വാർഡുകളിൽ 18 പേര് BJPക്കാരുണ്ട്. അവർ 2 പേരുടെ കൂട്ടിയാലും അത്രയും വരുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആരെങ്കിലും വന്നാൽ തൊട്ടടുത്ത് അവർക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റാതെ താഴെ പോകും. വീണ്ടും അടുത്ത ആൾ വരും, ഭൂരിപക്ഷം തെളിയിക്കാതെ പറ്റുന്നത്. അപ്പം അനിശ്ചിതത്വം ഉണ്ടാക്കി അതിൻ്റെ പ്രശ്നം BJPക്കാരുണ്ടാക്കിയ പ്രശ്നമാണെന്നുള്ള രീതി വരുത്തി തീർത്ത് BJPക്കാരുടെ തലയിൽ വെച്ച് കെട്ടാം എന്ന് ചെയർപേഴ്സൺ ആകാമെന്നോ ചെയർമാൻ ആകാമെന്നോ ഒക്കെ ആഗ്രഹത്തിൽ ചില ആളുകൾ ഉടുപ്പ് തയ്ച്ചു വെച്ചിരുന്നു. ഇനി തൽക്കാലം ആ ഉടുപ്പ് 25-ാം തീയതി ക്രിസ്മസിന് ഇട്ടുകൊണ്ട് ജംഗ്ഷനിൽ കരോളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം നഗരസഭ ചെയർമാൻ ആയിട്ടുള്ള അച്ചുകുഞ്ഞച്ചായൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടുത്തെ സംയുക്ത ക്രിസ്മസ് കരോളൊക്കെ നടത്തുന്നുണ്ട് അവർ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്ന് നിന്ന് നമുക്ക് തുള്ളാം. ഞങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ ആ സമയത്ത് നിങ്ങളെല്ലാം അവിടെ വെച്ച് കാണാം. സന്തോഷമായിട്ട് കേക്കൊക്കെ മുറിച്ച് നമുക്ക് BJPയുടെ വിജയം ക്രിസ്മസിൻ്റെ മറവിൽ അങ്ങ് ആഘോഷിച്ചേക്കാം. അല്ലേ സഖാക്കളെ?
അപ്പോൾ ഈ വാർത്ത പൊതുജനങ്ങൾ എല്ലാവരും അറിയണം, അതുകൊണ്ട് ലൈവ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.